മത്സരം എന്ന് UDF പറയുന്നു, UDF-ഉം BJP-യും തമ്മിലാണ് മത്സരം എന്ന്. താങ്കളുടെ അഭിപ്രായം എന്താണ്? 2, കരുവന്നൂർ വിഷയത്തിനായിട്ട് വലിയൊരു വിഷയം ഇവിടെ ഉണ്ട് കേരളത്തിൽ. അത് ഊരാളുങ്കൽ സൊസൈറ്റി. കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ പദ്ധതികളും ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് കൊടുക്കുന്നത്. ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ അക്കൗണ്ടുകൾ മറ്റേ അക്കൗണ്ടുകളൊന്നും പബ്ലിക് ആക്കാത്ത സംവിധാനം ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കരുവന്നൂരിനെ സംബന്ധിച്ചല്ല, ഞാൻ കരുവന്നൂർ സമരത്തിലല്ല ആദ്യം തുടക്കം കുറിച്ചത്. 2029 നിയമസഭാ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പും മുന്നിലില്ലാത്ത സമയത്ത് സെപ്റ്റംബർ മാസത്തിൽ 2021 രണ്ടാം പിണറായി സർക്കാർ മെയ് ജൂണിൽ നിലവിൽ വന്നു. അതിനുശേഷം കോൺഗ്രസ് ഭരിക്കുന്ന വലിയ തട്ടിപ്പ് കേന്ദ്രമായ മാവേലിക്കര സഹകരണ ബാങ്കിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീക്കും അവരുടെ കുഞ്ഞിനും വേണ്ടി ഇടപെട്ടതാണ്. പക്ഷെ അവിടെ ഏതാണ്ട് 100-300 കംപ്ലൈന്റുകളാണ് അന്ന് ലഭിച്ചത്. അന്ന് അത് അമിത്ഷാജിക്ക് കൊടുത്തു. അതിനുശേഷമാണ് സത്യത്തിൽ ഒരു ശക്തമായ മുന്നേറ്റം നിയമത്തിന്റെ രൂപത്തിൽ പാർലമെന്റിൽ അദ്ദേഹം കൊണ്ടുവന്നത്. അതേ ഡിസംബറിൽ അതിനെ എതിർത്തത് അവാർഡൊക്കെ കിട്ടിയ MP ആണ്, പഴയ ഇടത് സഹയാത്രികനാണ്, ഇപ്പൊ കോൺഗ്രസിന്റെ കൂടെയാണ്. അതിനെ എതിർക്കുക, അത് കമ്മിറ്റിക്ക് വിടുക, വെച്ച് വൈകിപ്പിക്കുക, ഇത് തന്നെയാണ് വിശ്വപൗരൻ MP-യും ചെയ്തത്. ഞാൻ 2 പേരെയും വിളിച്ചു. വിശ്വപൗരൻ പറഞ്ഞത് ഇറ്റ്സ് ഓൾ ഓബ്ലിഗേഷൻസ് ഓഫ് എൻ അലയൻസ്, കൂട്ടുകക്ഷികളുടെ അതൊരു ബാധ്യതയാണ്, അതുകൊണ്ട് അങ്ങനെ പോയേ പറ്റൂ. അപ്പൊ പാവപ്പെട്ടവരുടെ പണത്തിന്റെ കാര്യമോ? ഇത് തന്നെ മലയാളത്തിൽ അവാർഡ് കിട്ടിയ MP-യും പറഞ്ഞു. അതെന്റെ സുഹൃത്തും കൂടിയാണ്. ഞങ്ങൾ ഒരേ ലൈനിൽ നിന്ന് ചോറ് കഴിച്ചിട്ടുള്ളവരാണ്. എത്രയോ വർഷം, 4 വർഷം ഒരുമിച്ച് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏതാണ്ട് 4-5 വർഷം ഒരുമിച്ച് എല്ലാവരുടെയും ചോറ് കൊണ്ടുവന്ന് ഒരുമിച്ച് മിക്സ് ചെയ്ത് ഉരുള പിടിച്ച് ഒറ്റ ഇലയിൽ നിന്നാണ് കഴിക്കുന്നത്. അത്രയും അടുത്ത സുഹൃത്താണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ബന്ധുവും കൂടിയാണ്. ചോദിച്ചപ്പോഴും പറഞ്ഞതാണ്, ഒരു നിവർത്തിയില്ല, കൂട്ടുകക്ഷികളുടെ എല്ലാം വിഷയങ്ങൾ നോക്കണം, അതനുസരിച്ച് പെരുമാറാൻ പറ്റും. ഇതിനാണോ നിങ്ങൾ ജയിപ്പിച്ചയക്കുന്നത്? ആ നിയമം നിങ്ങൾ തന്നെ പാർലമെന്റിലേക്ക് അയക്ക്. ഉറപ്പായിട്ടും ശക്തമായ സഹകരണ മേഖലയെ മര്യാദയ്ക്ക് വരച്ച വരെ നിർത്തുന്ന നിയമങ്ങൾ കൊണ്ടുവരും, അത് നടപ്പിലാക്കിയെടുത്തിരിക്കും. ഇത് വെറും വാക്കല്ല, നടപ്പിലാക്കിയെടുത്തിരിക്കും. അത് ഇന്ത്യയിൽ എവിടെ സംഭവിക്കണമെങ്കിലും സംഭവിച്ചു കൊള്ളട്ടെ. ഈ മറ്റേതിന്റെ പേര് പറയുമ്പോൾ തന്നെ എനിക്ക് വേറൊരു പേരാ ഓർമ്മ വരുന്നു, സൊസൈറ്റിയുടെ. ഞാൻ ഒന്നും പറയുന്നു, അതല്ലേ അതിനകത്ത് ആർക്കൊക്കെയാണ് ഷെയർ, പാർട്ട്ണർഷിപ്പ്, ഇതൊക്കെ അറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ? ഇതൊക്കെ ഉന്നയിച്ചാൽ വെറും രാഷ്ട്രീയ ആരോപണങ്ങളാണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുമ്പോൾ ജനങ്ങൾ പോലും പിന്തുണയ്ക്കുന്നില്ല. മാത്യു കുഴൽനാടനും അദ്ദേഹത്തെ പോലെയുള്ള ഒരു കൈ വിരലുകളിൽ എണ്ണാവുന്ന അത്രയും കോൺഗ്രസ്സുകാരുണ്ട്, ദേശസ്നേഹികളാണ്. കോൺഗ്രസിലായി പോയെന്നേ ഉള്ളൂ, അവർ ജനപക്ഷത്തുള്ളവരാണ്. അവർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? എത്രയാണ് വാതാടിയത് നിയമസഭയിൽ? കേരളം എന്ന് ഭരിക്കുന്നത് ഒരു കൊള്ള സംഘം തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. അതിന് നമുക്ക് തീരുമാനം കൽപ്പിക്കണം. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ നല്ല ഉത്തരവാദിത്വ പൗരബോധത്തോടെ അന്നൊരു തീരുമാനമെടുത്താൽ ഈ അക്രമത്തിനും തസ്കരത്വനും തീർപ്പ് കൽപ്പിച്ചിരിക്കും. അത് നിങ്ങളാണ് ആ തീരുമാനം എടുക്കേണ്ടത്. അതിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാവട്ടെ
ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇത് താക്കീതല്ല, അവരുടെ എക്കാലത്തെ അവസാനത്തെ ആണിയടിക്കലാവണത്. സൊസൈറ്റിയുടെയൊക്കെ ഫേക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും മറച്ചു വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. ഇതറിയാം സർ, ഇതറിയാം. ഞാൻ അങ്ങനെ ഓരോ വിഷയങ്ങളും എടുത്തു വെച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച് അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനാവാൻ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇതിനെല്ലാം നല്ല കുറുക്കനടി കൊടുക്കണം, അതെനിക്കിഷ്ടമാണ്. ഇതെല്ലാം പിക്ക് ചെയ്ത് കുറുക്കനടി കൊടുക്കണം. അത് 3 വിഷയങ്ങളിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് കുറുക്കനടി കൊള്ളുന്ന തരത്തിൽ ഞാൻ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതെൻ്റെ പ്രധാനമന്ത്രിക്കറിയാം, എൻ്റെ രാജ്യരക്ഷാ മന്ത്രിക്കറിയാം, എൻ്റെ ഗൃഹമന്ത്രിക്കും അറിയാം, 3 പേർക്കും അറിയാം. പഴയ ഞങ്ങളുടെ ഫിനാൻസ് മിനിസ്റ്റർക്കും അറിയാം, അരുൺ ജെയ്റ്റ്ലി, സ്വർഗീയനായ അരുൺ ജെയ്റ്റ്ലിജിക്കും അറിയാം, കുറച്ചൊക്കെ ഇപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്റർക്കും അറിയാം, നിർമ്മല സീതാരാമൻജിക്ക്, അവർക്കൊക്കെ അറിയാം. എല്ലാവരും സഹായിച്ചാണ് അത് ചെയ്തത്. ആ വിഷയങ്ങളിലൊക്കെ ഇപ്പോഴും ഉലഞ്ഞാടുന്നുണ്ട് കപ്പിത്താനും അദ്ദേഹത്തിൻ്റെ ചെറിയ വഞ്ചിയും, കപ്പലെന്ന് വിളിക്കപ്പെടുന്ന ആ വഞ്ചിയും. മുങ്ങിത്താഴാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, കാരണം കുറച്ച് അനുഭവിക്കണം. അപ്പൊ കുറുക്കനടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷം പകരുന്ന തരത്തിൽ നൽകിയിരിക്കും. जय!